ഹലോ ഓൾ. അപ്പോൾ നമ്മുടെ എൻജിനീയറിംഗ് ഫിസിക്സ് എന്നുള്ള സബ്ജക്റ്റ് ആയിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. അതിൽ ലേസേഴ്സിനെ പറ്റിയായിരുന്നു പഠിക്കുന്നത് അല്ലേ. അപ്പോൾ ലേസേഴ്സിന് നമ്മൾ പറഞ്ഞു എന്താണ് സ്പോണ്ടേനിയസ് എമിഷൻ, എന്താണ് സ്റ്റിമുലേറ്റഡ് എമിഷൻ, എന്താണ് ഇൻഡ്യൂസ്ഡ് അബ്സോർപ്ഷൻ, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത് കഴിഞ്ഞ ക്ലാസ്സിൽ. അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് പോപ്പുലേഷൻ ഇൻവേർഷൻ എന്നാണ്. ഓക്കെ, പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് ദ നമ്പർ ഓഫ് ആറ്റംസ് പെർ യൂണിറ്റ് വോളിയം അറ്റ് എ പെർട്ടിക്കുലർ സ്റ്റേറ്റ്. ഒരു പെർട്ടിക്കുലർ സ്റ്റേറ്റിൽ എന്തുമാത്രം ആറ്റം ഉണ്ട്, പെർ ഒരു യൂണിറ്റ് വോളിയത്തിൽ എന്തുമാത്രം ആറ്റം ഉണ്ട്, അതാണ് നമ്മൾ അവിടെ എന്തെന്ന് ഉദ്ദേശിക്കുന്നത്, പോപ്പുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമ്മുടെ നേരത്തെ പറഞ്ഞ കേസിൽ പോപ്പുലേഷൻ എന്ന് പറയുന്നത് എവിടെയാണ്, ഇതെന്ന് പറയുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റ് ആണ്. ആൻഡ് ഇത് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണെങ്കിൽ എപ്പോഴും പോപ്പുലേഷൻ കൂടുതൽ എവിടെയാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ് ആണല്ലോ. പോപ്പുലേഷൻ ഈസ് മാക്സിമം ഇൻ ദ ഗ്രൗണ്ട് സ്റ്റേറ്റ് ആൻഡ് ഡിക്രീസ് എക്സ്പൊണൻഷ്യലി. അതായത് ഇതിൻ്റെ മുകളിലേക്ക് പോകുന്തോറും, അതായത് അടുത്ത ഓരോ എനർജി ലെവലിലേക്ക് പോകുന്തോറും ഇതെന്ത് ചെയ്യും, ഈ ഒരു പോപ്പുലേഷൻ എന്ന് പറയുന്നത് എന്ത് വരും, ഡിക്രീസ് ആയിക്കൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഓരോ എനർജി ലെവൽ കഴിയുന്തോറും എന്താണ് പോപ്പുലേഷൻ ഡിക്രീസ് ആവുകയാണ്. ഓക്കെ, എങ്ങനെയാണ് ഡിക്രീസ് ആവുന്നത്, ബൈ എക്സ്പൊണൻഷ്യലി ആസ് വി ഗോ ടു ദ ഹയർ എനർജി സ്റ്റേറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്മുടെ ഗ്രൗണ്ട് സ്റ്റേറ്റിലെ പോപ്പുലേഷൻ N1 ആണ് ആൻഡ് എക്സൈറ്റഡ് സ്റ്റേറ്റിലെ പോപ്പുലേഷൻ N2 ആണെങ്കിൽ N1 ഗ്രേറ്റർ ദാൻ N2 എന്ന് പറയാം. ഓക്കെ, ഇനി N1 ഗ്രേറ്റർ ദാൻ N2 ആണ് എന്നുണ്ടെങ്കിൽ അവിടെ ലേസിങ് ആക്ഷൻ നടക്കുമോ? ഇല്ല. ലേസിങ് ആക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. എന്താണ് ലേസിങ് ആക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻസി, അതായത് സ്പോണ്ടേനിയസ് എമിഷൻ എന്ന് പറയും. സ്റ്റിമുലേറ്റഡ് എമിഷൻ എക്സീഡ്സ് ദ സ്പോണ്ടേനിയസ് എമിഷൻ. സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറയുന്നത് സ്പോണ്ടേനിയസ് എമിഷനേക്കാൾ എന്തായിരിക്കണം, കൂടുതലായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഓക്കെ, നമ്മുടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടീഷൻ എന്താണ്, അതിൻ്റെ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എന്ന് പറയുന്നത് നമ്മളിവിടെ ഒരു റിലേഷൻ എഴുതുന്നുണ്ട് അല്ലേ, DN2 / DT എന്ന് പറയുന്നത് പ്രൊപ്പോർഷണൽ ടു ρN2. അതായത് നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നതാണ് എന്തെന്ന് പറഞ്ഞാൽ N2 എന്ന് പറയുന്നത്. സോ N2ൻ്റെ വാല്യൂ കൂടുതലായിരിക്കണം വെൻ കമ്പയർഡ് ടു N1. എന്നാലേ അവിടെ എന്ത് നടക്കത്തുള്ളൂ, സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കത്തുള്ളൂ. എന്നാലേ അവിടെ എന്ത് നടക്കത്തുള്ളൂ, ലേസിങ് ആക്ഷൻ നടക്കത്തുള്ളൂ. സോ ഇവിടെ പോപ്പുലേഷൻ ഇൻവേർഷനിൽ നമ്മൾ ആദ്യം എന്താണ്, പോപ്പുലേഷൻ എന്ന് പറയുന്നത് മാക്സിമം എവിടെ തന്നെയാണ്, ഗ്രൗണ്ട് സ്റ്റേറ്റിലാണ്. ആൻഡ് മുകളിലേക്ക് അടുത്ത എനർജി ലെവലിൽ പോകുന്തോറും എന്ത് ചെയ്യും, ഈ ഒരു പോപ്പുലേഷൻ്റെ ആറ്റംസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് കുറഞ്ഞു വരും, അതാണ് പറയുന്നത്. ഓക്കെ, ബട്ട് ഫോർ ലേസർ പ്രൊഡക്ഷൻ എന്താണ് കണ്ടീഷൻ, സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ മസ്റ്റ് ബി ഗ്രേറ്റർ ആയിരിക്കണം. സ്റ്റിമുലേറ്റഡ് എമിഷൻ ഗ്രേറ്റർ ആവണം എന്നുണ്ടെങ്കിൽ നമുക്കറിയാം എന്താണ് നമ്മുടെ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ, ഇതെന്ന് പറയുന്നത് നമ്മുടെ E1 എന്ന് പറഞ്ഞ എനർജി ലെവലാണ്, ഇതെന്ന് പറഞ്ഞാൽ E2 എനർജി ലെവലാണ്. സോ ഈ സ്റ്റിമുലേറ്റഡ് എമിഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്നും, അതായത് ഹയർ എനർജി സ്റ്റേറ്റിൽ നിന്നും ലോവർ എനർജി സ്റ്റേറ്റിലേക്ക് എന്ത് ചെയ്യുന്നു, ഈ ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ ചെയ്യുന്നു. ആൻഡ് ബൈ ദ ഒരു എക്സ്റ്റേണൽ എനർജി സോഴ്സ് Hν എന്ന് പറഞ്ഞൊരു എനർജി സോഴ്സ് ഉണ്ട്. സോ അതിൻ്റെ ഫലമായിട്ട് 2 ഫോട്ടോൺസ് ഒരേ സമയം ഇജക്റ്റ് ആവുന്നു. സോ ഇവിടെ നമ്മൾ പറഞ്ഞ ആ ഒരു റേറ്റ്, സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ DN2 / DT എന്ന് പറഞ്ഞാൽ പ്രൊപ്പോർഷണൽ ടു എന്താണ്, നമ്മുടെ ഈ എക്സ്റ്റേണൽ എനർജി സോഴ്സിൻ്റെ ഡെൻസിറ്റിക്കും അതുപോലെ തന്നെ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്, അതിനെ ഞാൻ N2 എന്ന് ഡിനോട്ട് ചെയ്തു, അതിനും പ്രൊപ്പോർഷണലാണ്. സോ N2 എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ N1. എന്താണ്, N2 ഗ്രേറ്റർ ദാൻ N1 എന്നുള്ള കണ്ടീഷൻ വന്നാൽ മാത്രമേ അവിടെ എന്ത് നടക്കത്തുള്ളൂ, സ്റ്റിമുലേറ്റഡ് എമിഷൻ നടക്കത്തുള്ളൂ. എന്നാൽ അവിടെ എന്തുള്ളൂ, ലേസർ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദ സിറ്റുവേഷൻ ഇൻ വിച്ച് ദ നമ്പർ ഓഫ് ആറ്റംസ് ഇൻ ദ ഹയർ എനർജി സ്റ്റേറ്റ് ഇസ് മെയ്ഡ് ലാർജർ ദാൻ ദാറ്റ് ഓഫ് ലോവർ എനർജി സ്റ്റേറ്റ് ഇസ് കോൾഡ് പോപ്പുലേഷൻ ഇൻവേർഷൻ. അപ്പോൾ ഏത് സിറ്റുവേഷനിലാണോ നമുക്ക് ഈ ഹയർ എനർജി ലെവലിലെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ ലോവർ എനർജി ലെവൽ, ആ ഒരു സിറ്റുവേഷനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, പോപ്പുലേഷൻ ഇൻവേർഷൻ എന്ന് വിളിക്കും. സോ പോപ്പുലേഷൻ ഇൻവേർഷൻ അല്ലെങ്കിൽ ലേസിങ് ആക്ഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ കണ്ടീഷൻ എന്താണ്, N2 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ N1 ആയിരിക്കണം. ഇനി എന്താണ് ഒരു മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് നോക്കാം. അതായത് നമ്മൾ ലോവർ എനർജി ലെവൽ പറഞ്ഞു, അതുപോലെ തന്നെ ഹയർ എനർജി ലെവലും പറഞ്ഞു അല്ലേ. ഇതിനിടയ്ക്കുള്ള ഒരു, അതായത് അൺസ്റ്റേബിൾ, ഈ എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് എൻ അൺസ്റ്റേബിൾ സ്റ്റേറ്റ്. ഓക്കെ, എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അൺസ്റ്റേബിൾ ആണ്. സോ ഈ രണ്ട് എനർജി ലെവലിനും ഇടയ്ക്കുള്ള ഒരു എനർജി ലെവലാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എന്ത് വിളിക്കാം, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ആൻഡ് ലൈഫ് ടൈം ഓഫ് മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്, അതായത് ഒരു ഇലക്ട്രോൺ ഈ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ എത്ര നേരം ഇരിക്കും, 10⁻³ സെക്കൻഡ് ഇരിക്കും, വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ ദാറ്റ് ഓഫ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ എക്സൈറ്റഡ് സ്റ്റേറ്റിൽ എത്ര നേരം ഒരു ഇലക്ട്രോൺ ലൈഫ് ടൈം ഉണ്ടോ അതിനേക്കാളും കൂടുതലാണ് ഏതിലുള്ളത്, മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ ഉള്ളത്. ഇനി പോപ്പുലേഷൻ ഇൻവേർഷൻ ഈസ് അച്ചീവ്ഡ് ഇൻ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റ്. അപ്പോൾ മെറ്റാസ്റ്റേബിൾ സ്റ്റേറ്റിൽ ആണ് എന്ത് ചെയ്യുന്നത്, എപ്പോഴും പോപ്പുലേഷൻ ഇൻവേർഷൻ നമ്മൾ അച്ചീവ് ചെയ്യുന്നത്.
ഓക്കെ, അടുത്ത നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് പമ്പിംഗ് ആണ്. എന്താണ് പമ്പിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു എന്താണ്, എപ്പോഴും ലോവർ എനർജി ലെവലിലാണ്. N1 എന്ന് പറയുന്നത് N1 ഗ്രേറ്റർ ദാൻ N2 ആയിരിക്കും. പക്ഷേ ഫോർ ലേസിങ് ആക്ഷൻ N2 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ N1 എന്ന് പറഞ്ഞല്ലേ. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ ആക്കാനായിട്ടത് പോപ്പുലേഷൻ ഇൻവെർഷന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈ ലോവർ മീഡിയം വിത്ത് എന്താണ് ഈ ഒരു ലേസർ മീഡിയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു സ്യൂട്ടബിൾ എനർജി സോഴ്സ് കൊടുത്തിട്ട് N2 മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ N1 എന്നുള്ള കണ്ടീഷൻ ആക്കാം. ഓക്കെ, എന്താണെന്ന് പറഞ്ഞത് മനസ്സിലായോ? സാധാരണഗതിയിൽ N1 ഗ്രേറ്റർ ദാൻ N2 ആണ്. ബട്ട് നമ്മൾ ലേസിങ് ആക്ഷൻ നടക്കണമെങ്കിൽ N2 ഗ്രേറ്റർ ദാൻ N1 ആക്കണം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു സ്യൂട്ടബിൾ എനർജി ഈ ഒരു ലേസർ മീഡിയത്തിലേക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യും. ആ പ്രോസസ്സിനാണ് നമ്മൾ പമ്പിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ദ പോപ്പുലേഷൻ ഇൻവെർഷൻ ക്യാൻ ബി അച്ചീവ്ഡ് ബൈ എക്സൈറ്റിംഗ് ദ ലേസർ മീഡിയം വിത്ത് എ സ്യൂട്ടബിൾ ഫോം ഓഫ് എനർജി. അപ്പോൾ ഈ ലേസർ മീഡിയത്തിന് എന്ത് ചെയ്യണം, ഒരു സ്യൂട്ടബിൾ ഫോം ഓഫ് എനർജി കൊണ്ട് എന്ത് ചെയ്യണം, എക്സൈറ്റ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും, താഴെ നിന്നും ഇലക്ട്രോൺസ് എന്ത് ചെയ്യും, മുകളിൽ ചെന്നിരിക്കും അല്ലേ, N2 എന്നുള്ള സ്റ്റേറ്റിൽ ചെന്നിരിക്കും. സോ അവിടെ എന്ന് പറയുന്ന അപ്പോൾ ഉള്ള കണ്ടീഷനിൽ എന്താവും, N2 ഗ്രേറ്റർ ദാൻ N1 ആവും. ദെൻ ലേസിങ് ആക്ഷൻ നടക്കും. എപ്പോഴാണ് ഈ E2 എന്നുള്ള ലെവലിൽ നിന്നും E1 എന്നുള്ള ലെവലിലേക്ക് എന്താണ് ഇലക്ട്രോൺസ് വരുമ്പോഴത്തേക്കും. ഇനി മെത്തേഡ്സ് ഓഫ് പമ്പിങ് നമുക്ക് വേണം. ഓക്കെ, എന്തൊക്കെ മെത്തേഡ്സാണ് പമ്പിങ്ങിന് നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് N2 ഗ്രേറ്റർ ദാൻ N1 ആക്കാൻ എന്തൊക്കെ മെത്തേഡ്സ് ഉണ്ട്. ഫസ്റ്റ് പറയുന്നത് ഒപ്റ്റിക്കൽ പമ്പിംഗ് ആണ്. ഓക്കെ, ഒപ്റ്റിക്കൽ പമ്പിങ് ആ പേര് തന്നെ ഉണ്ട്. എന്താണ്, ഒരു ലൂമിനസ് എനർജിയാണ് നമ്മൾ ഈ ഒരു ലേസർ മീഡിയത്തിലേക്ക് നമ്മൾ സപ്ലൈ ചെയ്യുന്നത്. ഓക്കെ, നമ്മളിത് യൂസ് ചെയ്യുന്നത് റൂബി ലേസറിലും അതുപോലെ ND-OAG ലേസറിലുമാണ് നമ്മൾ എന്ത് ഒപ്റ്റിക്കൽ പമ്പിംഗ് എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ഇനി അടുത്തൊരു മെത്തേഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് ആണ്. ഓക്കെ, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് എന്ന് പറയുന്നത് എന്താണ്, ഡയറക്റ്റ് ഇലക്ട്രോൺ എക്സൈറ്റേഷൻ എന്നും അതിന് മറ്റൊരു പേരുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഇൻ ആർഗൺ അയോൺ ലേസറിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് യൂസ് ചെയ്യുന്നത്. ഇനി ഇൻ ഇലാസ്റ്റിക് ആറ്റം കൊളിഷൻ, ശരിക്കും അതെന്ത് തന്നെയാണ്, ഈ ഇലക്ട്രിക്കിനകത്ത് വരുന്നത് തന്നെയാണ്, എങ്കിലും വേറൊരു പേര് പറഞ്ഞതുള്ളൂ. ഇൻ ഇലാസ്റ്റിക് ആറ്റം കൊളിഷൻ, അതായത് ഇലക്ട്രോൺസിന് ആറ്റംസ് തമ്മിൽ എന്താണ് ഇലക്ട്രിക് സപ്ലൈ കൊടുക്കുമ്പോഴത്തേക്കും ആറ്റംസ് നമ്മൾ കൊളൈഡ് ചെയ്യും. അതുവഴി ഉണ്ടാകുന്ന ലേസർ പ്രൊഡക്ഷനാണ് HENE ലേസറാണ് അതിനൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത്. സോ ഈ HENE ലേസർ നിങ്ങൾക്ക് അങ്ങോട്ട് പഠിക്കുമ്പോഴത്തേക്കും ഏത് മെത്തേഡ് വെച്ചിട്ടാണെന്ന് ചോദിക്കും. അപ്പോൾ ഇലക്ട്രിക് ഡിസ്ചാർജ് മെത്തേഡാണ് നമ്മൾ പറയേണ്ടത് കേട്ടോ. ഇൻ ഇലാസ്റ്റിക് ആറ്റം കൊളിഷനുള്ള ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതെടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇലക്ട്രിക് ഡിസ്ചാർജാണ് ആൻസർ ആയിട്ട് വരുന്നത്. ദെൻ ഡയറക്റ്റ് കൺവെർഷൻ, അതായത് LEDസിലൊക്കെ ഡയറക്റ്റ് കൺവെർഷൻ വഴിയാണ് എന്ത് ചെയ്യുന്നത്, LEDയിൽ നിന്ന് നമുക്ക് ലൈറ്റ് കിട്ടുന്നത്. സോ നമുക്ക് ഏത് യൂസ് ചെയ്യാം, സെമി കണ്ടക്ടർ ലേസേഴ്സിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് അതുപോലെ തന്നെ ഇതിന് നമുക്ക് വേറൊരു രീതിയിൽ പറയുന്നതാണ് ഇലക്ട്രോൺ ബീം പമ്പിംഗ് എന്ന് നമുക്ക് പറയാം, ഡയറക്റ്റ് കൺവെർഷൻ. ദെൻ കെമിക്കൽ കൺവെർഷൻ ഉണ്ട്, അത് കാർബൺ ഡൈ ഓക്സൈഡ് ലേസറിലാണ് നമ്മൾ ഈ കെമിക്കൽ കൺവെർഷൻ യൂസ് ചെയ്യുന്നത്. അതിലെന്ന് പറഞ്ഞാൽ നമുക്കൊരു എക്സാമ്പിൾ പറഞ്ഞാൽ ഹൈഡ്രജനും ഫ്ലൂറൈഡിനെയും നമ്മൾ കെമിക്കൽ റിയാക്ട് ചെയ്യുമ്പോൾ 2HF ഉണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഒരു എനർജി ഉണ്ട്. ആ ഉണ്ടാകുന്ന എനർജിയാണ് നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് ലേസറിൽ നമ്മൾ എക്സ്റ്റേണൽ എനർജി സോഴ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ പമ്പിങ്ങിനെ പറ്റി. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. താങ്ക് യു.